ക്യാൻസർ നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം നമ്മൾ എല്ലാ പേഷ്യൻസ് OPD-യിൽ എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓരോ പബ്ലിക് മീറ്റിങ്ങിൽ ക്യാൻസറിൻ്റെ ബോധവൽക്കരണ ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ഉള്ള പാർട്ടിസിപ്പൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾക്ക് നേരത്തെ എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ക്യാൻസർ എപ്പോഴും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ചികിത്സ ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റും. ഈ ക്യാൻസറിനെ നേരത്തെ പിടിക്കുന്നതാണ് നമ്മൾ സ്ക്രീനിങ് പറയുന്നത്. നമ്മൾ രോഗലക്ഷണം ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് നമ്മൾ ഓരോ ടെസ്റ്റ് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ കണ്ടുപിടിക്കുന്നതാണ് ഈ സ്ക്രീനിങ് പറയും. സ്ക്രീനിങ് പ്രധാനമായിട്ട് നമ്മൾക്ക് 5 വ്യത്യസ്ത ക്യാൻസേഴ്സിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ്, ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം. സ്തനാർബുദത്തിൽ നമ്മൾ മാമോഗ്രാം പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട്. സ്ത്രീകൾ 40 വയസ്സ് മുതൽ വർഷത്തിലൊരു പ്രാവശ്യം ഈ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെയാണ് വൻകുടൽ ക്യാൻസർ. ഇത് പുരുഷന്മാരും സ്ത്രീകൾക്ക് 2 പേർക്കും നമ്മൾ ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ 2-3 വർഷം കൂടുമ്പോൾ മലത്തിൽ എന്തെങ്കിലും രക്തം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഒരു സിഗ്മോയിഡോസ്കോപ്പി, അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ കൊളോണോസ്കോപ്പി ചെയ്താൽ നമ്മൾ ഈ ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെയാണ് ഗർഭാശയ മുഖ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ സ്ത്രീകൾക്ക് 25 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ടെസ്റ്റിംഗ് ഗൈനക്കോളജിസ്റ്റ് നോക്കിയിട്ട് ഒരു പാപ്പ് സ്മിയർ അല്ലെങ്കിൽ HPV ടെസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾക്ക് അതിനെ സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഇത് യൂഷ്വലി ഈ ടെസ്റ്റ് എല്ലാം 3 വർഷം കൂടുമ്പോഴാണ് ചെയ്യാറ്. ഇതല്ലാതെ സെർവൈക്കൽ ക്യാൻസറിന് നമ്മൾക്ക് ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. ഈ ഒരു സെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 9 വയസ്സുള്ള പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെൻറ്റീവ് വാക്സിൻ. നാലാമത്തെ ആണ് നമ്മൾ ഹെഡ് നെക്ക് ക്യാൻസർ. ഹെഡ് നെക്ക് ക്യാൻസർ നമ്മൾ വായുമുഖത്തിൽ വരുന്ന ഒരു ക്യാൻസറിൻ്റെ ഗ്രൂപ്പാണ്. അത് നമ്മൾ ഒരു ഓറൽ എക്സാമിനേഷൻ വായിൽ കൂടെ പരിശോധിച്ചിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും മാറാത്ത പുണ്ണോ അല്ലെങ്കിൽ അൾസറോ അല്ലെങ്കിൽ ബ്ലീഡിങ് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് ബയോപ്സി ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നേരത്തെ കണ്ടുപിടിക്കാം. ലാസ്റ്റിൽ വരുന്നതാണ് ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ നമ്മൾ ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഹെവി സ്മോക്കിംഗ് ഉള്ള പേഷ്യൻസിലാണ് സ്ക്രീനിങ് ചെയ്യാറ്. ഹെവി സ്മോക്കിംഗ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 20 പാക്ക് ഇയേഴ്സ്. അതിനർത്ഥം ഒരു വലിയ പാക്കറ്റ് ഓഫ് സിഗരറ്റ്സ് 20 വർഷമായിട്ട് വലിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനത്തെ റിസ്ക് ഉള്ള പേഷ്യൻസിലാണ് ഈ സ്ക്രീനിങ് ചെയ്യാറ്. ഈ സ്ക്രീനിങ് മെയിനായിട്ട് നമ്മൾ ഒരു ചെസ്റ്റിൻ്റെ ലോ ഡോസ് CT സ്കാൻ ചെയ്തിട്ട് ഓരോ വർഷമാണ് അത് ചെയ്യാറ്. 75 വയസ്സ് വരെ നമുക്ക് ഈ ഒരു ക്യാൻസറിൻ്റെ സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഈ മെയിൻ 5 ക്യാൻസേഴ്സാണ് നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ട് ചികിത്സ ചെയ്തിട്ട് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു.